ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. എല്ലാവരും ലാസ്റ്റ് വരെ അത് കാണാം. നമുക്കൊരു കേക്ക് ടിൻ റെഡിയാക്കി വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ബട്ടർ പേപ്പർ, ഇത് സൈഡിൽ വെക്കാനുള്ള ബട്ടർ പേപ്പറാണ്. ഈ കേക്ക് ടിന്നിൻ്റെ സൈസിന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ബോട്ടം പാർട്ടിലിടാൻ വേണ്ടി റൗണ്ട് ഷേപ്പിലും കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനാദ്യം തന്നെ ഇതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ എണ്ണ പരട്ടി കൊടുത്തിട്ടുണ്ട്. എണ്ണയോ ബട്ടർ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഇനി ഇത് പതിയെ ഒട്ടിച്ചു കൊടുക്കുക. ഒരുപാട് എണ്ണ പരട്ടണ്ട, ഇത് ഒട്ടാൻ വേണ്ടിയിട്ടുള്ള എണ്ണ മാത്രം പരട്ടി കൊടുത്താൽ മതി. ഇത് മൊത്തം ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. സൈഡിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ കുറച്ച് ഹൈറ്റിൽ, അതായത് ബട്ടർ പേപ്പർ നമ്മുടെ പാത്രത്തിനേക്കാളും കുറച്ച് ഹൈറ്റിൽ കട്ട് ചെയ്യുക. അഥവാ ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ ഇത് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് അത് ഈ മുകളിലേക്ക് വന്നോളും. പിന്നെ ഇതുപോലെ റൗണ്ട് ഷീറ്റ് ഇങ്ങനെ സൈഡ് വെച്ചതിന് ശേഷം ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. സ്പോഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും സൈഡിൽ ബട്ടർ പേപ്പർ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സൈഡ് കുറച്ച് ഹാർഡായിട്ട് പോകും. അതുകൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണ തേച്ചിട്ട് മൈദ ഡസ്റ്റ് ചെയ്താൽ മതി. കേക്ക് ടിൻ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതിൽ ഞാൻ 1/2 കപ്പും 2 ടേബിൾ സ്പൂണും മൈദ എടുത്തിട്ടുണ്ട്. 1/4 കപ്പും 2 ടേബിൾ സ്പൂണും കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. അതുപോലെ കൊക്കോ പൗഡർ 1/4 കപ്പും 2 ടേബിൾ സ്പൂണും. കോൺഫ്ലോർ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടെക്സ്ചർ ആയിരിക്കും കേക്കിന്. അതുകൊണ്ടാണ് കോൺഫ്ലോർ ഇടുന്നത്. കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ തന്നെ യൂസ് ചെയ്യുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് അരിച്ചെടുക്കാം. ഈ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ സോൾട്ടോ ഒന്നും കൂടാൻ വേണ്ടി പാടില്ല. അതൊക്കെ കൂടിക്കഴിഞ്ഞാൽ കേക്കിൻ്റെ ടെക്സ്ചർ ഒട്ടും തന്നെ ശരിയാവില്ല. ഇത് 3 വട്ടം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. 3rd സ്റ്റെപ്പായ വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. ഇത് നല്ല ക്ലീനും ഡ്രൈ ആയ ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്യുക. നമ്മൾ കേക്കിന് ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് മുഴുവൻ പഞ്ചസാര പൊടിച്ചിട്ടാണ് 1 കപ്പ് പഞ്ചസാര കിട്ടുന്നത്. ഇത് അല്പാൽപ്പമായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് ബീറ്റ് ചെയ്യുക. നല്ല ക്രീമി ആയിട്ട് വരുന്ന സമയത്ത് നമ്മളിത് ഓഫ് ചെയ്യാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം 3 ടേബിൾ സ്പൂൺ പാലും 3 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്തിട്ട് ഇനി ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. കൂടുതൽ നേരം ബീറ്റ് ചെയ്യരുത്. ഓയിലും പാലും ഒഴിച്ചിട്ട് ചെറുതായിട്ട് ലോ സ്പീഡിൽ മാത്രമേ ബീറ്റ് ചെയ്യുള്ളൂ. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 3 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് പതിയെ ഇതുപോലെ സൈഡിൽ നിന്ന് ഇളക്കി ഫോൾഡ് ചെയ്തെടുക്കാം. അധികം ഇളക്കരുത് കേട്ടോ. ഓൾമോസ്റ്റ് മിക്സ് ചെയ്ത് കഴിയാറാവുമ്പോൾ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടത് കാരണം എന്തെങ്കിലും അസിഡിക് ആയിട്ടുള്ള ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് നന്നായിട്ട് പൊങ്ങി വരാനും സോഫ്റ്റ് ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കേക്ക് ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പതിയെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ മാത്രം മിക്സ് ചെയ്യുക. ഓവർ മിക്സ് ചെയ്യരുത്. ഇനി കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉടനെ തന്നെ നമുക്ക് ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി തന്നെ 35 to 40 മിനിറ്റ്സ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷമാണ് ഞാനിത് ഡീമോൾഡ് ചെയ്തത്. അപ്പം നല്ല പെർഫെക്റ്റ് ആയ സ്പോഞ്ചി ആയ കേക്കാണിത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഐസിങ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഐസിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് കുറേ കൂടി ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ചെറി സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനൊന്ന് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറി ഇട്ട് കൊടുക്കാം. ഞാൻ ചോപ്പ് ചെയ്ത 1/2 കപ്പ് ചെറിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 നുള്ളു ഉപ്പിട്ട് കൊടുക്കണം. മധുരം ബാലൻസ് ചെയ്യാണ്. ചെറിയിൽ ഓൾറെഡി നല്ല മധുരമുണ്ട്. നമ്മൾ ഷുഗർ ഇത് വേണമെങ്കിൽ ഷുഗറിൻ്റെ അളവ് കുറച്ച് കുറക്കാം. പക്ഷേ നമുക്ക് അതിന് ആവശ്യമുള്ള വെള്ളം നമ്മൾ ചേർക്കുക. ഇത് 5 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇത് ചെറിയുടെ ക്രഷ് ഉണ്ടാക്കുന്നത് വേറെയാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഇറങ്ങി വരാൻ മാത്രമാണ് ഇത് നമ്മൾ സിറപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഇത് കളയണ്ട. ഇനി നമുക്ക് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ക്ലിംഗ് ഫിലിമിൽ പൊതിഞ്ഞിട്ടാണ് വെച്ചത്. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്യണം.
മുകളിലത്തെ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ഞാൻ ഒന്നും കൂടെ ലെവലായിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി ഇത് നമുക്ക് 3ആയിട്ട് കട്ട് ചെയ്ത്, കുറച്ച് ഹൈറ്റുള്ള കേക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല എത്ര ഭാഗം പോയാലും. പിന്നെ ബാക്കിയുള്ളത് 3ആയിട്ട് ഇനി ഇതുപോലെ കട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വലിയ നൈഫ് വെച്ചിട്ടും പിന്നെ ത്രെഡ് വെച്ചിട്ടും ഒക്കെ ചെയ്യാവുന്നതാണ്. അതിനി ഓരോ വേറെ കേക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് കുക്കിംഗ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൊടിയായിട്ട് നല്ല ഫിനിഷിങ്ങോടുകൂടി കിട്ടും. ഇതിലേക്കുള്ള ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബൗളും ബീറ്റർ ബ്ലേഡും ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെക്കുന്ന സമയത്ത് ഒട്ടും തന്നെ നനവുണ്ടാകാൻ വേണ്ടി പാടില്ല. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ കുറച്ച് നനവുണ്ടാവും. അത് നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ച് തുണി വെച്ചിട്ട് തുടച്ചു കൊടുക്കുക. നല്ല തണുത്ത ബൗളും ബീറ്ററും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീം കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഡിലൈറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പൊട്ടിക്കുന്ന മെത്തേഡും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിന്ന് ഈ ആരോ കാണുന്ന ഇവിടെ നിന്ന് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ഇളകി വരും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരിക. ഇങ്ങനെ തന്നെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി വരുന്നത് സൂക്ഷിക്കാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് ഇവിടെ പ്രസ് ചെയ്ത് ഇവിടെ ഒരു സ്റ്റാപ്പിൾ ചെയ്ത് വെച്ചാൽ മതി. ലീക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ക്ലിംഗ് ഫിലിമോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ കവറോ പ്ലാസ്റ്റിക് കവറോ വെച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുകയാണ്. ക്രീം ഇതുപോലെ ലിക്വിഡ് കൺസിസ്റ്റൻസി ആയിരിക്കണം. നമ്മൾ ഐസ് ചെയ്യുന്നതിന് കുറേ മുമ്പ് തന്നെ ഫ്രീസറിൻ്റെ തൊട്ട് താഴത്തുള്ള തട്ടിലേക്ക് ഈ ക്രീം മാറ്റി കൊടുക്കണം. ഫസ്റ്റ് 2 മിനിറ്റ്സിൽ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. നെക്സ്റ്റ് 3 മിനിറ്റ്സ് നമ്മൾ മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് 2 മുതൽ 3 മിനിറ്റ് വരെ നമ്മൾ ഹൈ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിഫ് ആവുന്നവരെ ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മളത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഓവർ ബീറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓവർ ബീറ്റ് ചെയ്യുമ്പോൾ അതൊരു കേർഡിൽ ഫോമിലായിട്ട് നമുക്ക് പൈപ്പിംഗ് ബാഗിൽ നിന്ന് ഇളകി വരാനും അത് കട്ടായിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. ഞാനിതൊരു 8 മിനിറ്റാണ് ബീറ്റ് ചെയ്തത്. ഇത് കറക്റ്റ് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കമഴ്ത്തിയാലൊന്നും ഇത് പോവില്ല. ചില ക്രീമിൻ്റെ ടൈമിൽ വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ബീറ്റ് ചെയ്യുക. ഇതുപോലെ നമ്മൾ ഈ ബീറ്റർ എടുത്ത് മാറ്റുന്ന സമയത്ത് ഒരു കുഴി ഉണ്ടാവും. ഇതാണ് കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ക്രീം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗിൽ ഞാൻ നിറച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് നമ്മളിങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്ത് പ്രസ് ചെയ്യും. പ്രസ് ചെയ്ത് ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലുള്ള ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കുക. അത് കേക്ക് നല്ല സ്റ്റിക്കായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറി സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കേക്ക് സോക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഈ ക്രീം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആക്കി കൊടുക്കുക. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചെറി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് എൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ജർമ്മനിയിലായിരുന്നു. അവിടെ ഈ കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ചെറി കൊണ്ടുണ്ടാക്കിയ ഒരു ലിക്കറാണ്. അത് ജർമ്മൻ ഭാഷയിൽ അത് ബ്ലാക്ക് ഫോറസ്റ്റ് എന്നാണ് മീൻ ചെയ്യുന്നത് ആ ലിക്കർ. അതുകൊണ്ടാണ് ഈ കേക്കിന് ഈ പേര് വന്നതെന്നാണ് ഒരു ഇത് പറയപ്പെടുന്നത്. പിന്നെ അതിനെക്കുറിച്ചുള്ള മറ്റൊരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലൊരു ഫോറസ്റ്റ് ഉണ്ട്. അത് ഭയങ്കര ഡെൻസായ ഫോറസ്റ്റാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഈ ജർമ്മനിയിൽ ഉണ്ടാക്കുന്ന ഈ കേക്കിനും ആ പേര് വന്നു എന്നും പറയപ്പെടുന്നത്. ഞാൻ വായിച്ചിട്ടുള്ള ഒരു അറിവാണ്. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഗ്രേറ്റഡ് ചോക്ലേറ്റും കൂടി ഇടുകയാണ്. ഇതൊക്കെ കൊണ്ട് നല്ല റിച്ച് ആയിരിക്കണം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. ഇനി അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറും കൂടെ വെച്ച് കൊടുക്കും. ഇതിൻ്റെ താഴത്തെ ലെയറിൽ നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇതിൻ്റെ സെക്കൻഡ് ലെയറും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പ് ലെയർ വെച്ച് കൊടുക്കാം. ടോപ്പ് ലെയർ എന്ന് പറയുന്നത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കിട്ടുന്ന ഏറ്റവും ലാസ്റ്റുള്ള ലെയറാണ്. അങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ബൗളിലേക്ക് ചെറി സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ക്രീം തേക്കുക. ഇത് നമ്മൾ ക്രം കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. ക്രം കോട്ടിംഗ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഐസിങ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ക്രംസ് വന്നിട്ട് നമുക്ക് പെർഫെക്റ്റ്നെസ് കിട്ടില്ല. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രം കോട്ടിംഗ് ചെയ്യുന്നത്. ഈ സൈഡിലും കൂടെ ക്രീം തേച്ച് കൊടുക്കുക. ഇതുപോലെ തേച്ച് കൊടുക്കുക. വളരെ കുറച്ച് ക്രീം മാത്രം ഉപയോഗിച്ചാൽ മതി. ക്രം കോട്ടിന് കൂടുതൽ ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻ ഐസിങ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ സൈഡിൽ പാലറ്റ് നൈഫ് പിടിക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിക്കുക. ഇങ്ങനെ ചെരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേക്കിനും അതേപോലെ ചെരിഞ്ഞ ഷേപ്പായിരിക്കും കിട്ടുക. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഒന്ന് ഇതുപോലെ കറക്കി കൊടുക്കുക. ഫുള്ളായിട്ട് അങ്ങനെ കറക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ എഡ്ജസ് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കാണുന്നത് പോലെ നൈഫ് ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് സൈഡിലേക്ക് ചെരിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ക്രീം മൊത്തം തുടച്ചതിന് ശേഷം ഒന്ന് തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടോ തുടച്ചതിന് ശേഷം മാത്രം അടുത്തത് ക്ലിയർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വരില്ല. ഒക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ മെയിൻ ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മെയിൻ ഐസിങ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ക്രീമൊക്കെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റൊട്ടേറ്റിംഗ് ടേബിൾ ഇല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക. ഓരോ പ്രാവശ്യവും ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നൈഫ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. വശമൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി സൈഡ് ക്ലിയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ സൈഡ് ക്ലിയർ ചെയ്തപ്പോൾ എക്സ്ട്രാ ക്രീമൊന്നും വെച്ച് കൊടുത്തില്ല. ഇനി ക്രീം കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്യുക. ഒരു സ്ക്രാപ്പറോ പാലറ്റ് നൈഫോ വെച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക. എഡ്ജസ് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ തുടച്ചു കൊടുക്കണം. ഇതിനെ ഞാനൊരു ചോക്ലേറ്റ് ലേസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ലേസ് ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്നത് കണ്ടു നോക്കുക. ഇതുപോലെ പതിയെ ഇതൊന്ന് ഇതിന് ഒട്ടിച്ചു കൊടുക്കുക. ബാക്കി ഭാഗം വരുന്നത് നമുക്ക് കട്ട് ചെയ്യാം. ഇതിൻ്റെ മുകളിലൂടെ ഓവർലാപ്പ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് സെറ്റായി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. സെറ്റായതിന് ശേഷം ഒന്നത് കട്ട് ചെയ്യും. അപ്പോൾ ഈ ലേസ് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി പതിയെ ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഓവർലാപ്പ് ചെയ്ത ഭാഗം പതിയെ ഒന്ന് നമ്മൾ പൊട്ടിക്കുക. അല്ലെങ്കിൽ കത്തി കൊണ്ട് ഒന്ന് ലൈൻ ചെയ്തതിന് ശേഷം പൊട്ടിക്കുക. എന്നിട്ട് ആ ബാക്കിയുള്ള ബട്ടർ പേപ്പർ പതിയെ എടുക്കുക. ഇതിൻ്റെ സൈഡിലൊക്കെ ഞാൻ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഈ എക്സ്ട്രാ സ്റ്റാർ വരച്ചു കൊടുത്തതിനകത്തൊക്കെ ഓരോ ചെറി വെക്കാം. ഞാനിതിൻ്റെ സെൻറ്റർ ഒന്നൊരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് മാർക്ക് ചെയ്യാണ്. കറക്റ്റ് സെൻറ്റർ കിട്ടാനാണ്. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇങ്ങനെ പ്ലേറ്റ് വെച്ചിട്ട് തന്നെ ഇടുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇത് ഈ പ്ലേറ്റ് പതിയെ എടുത്ത് മാറ്റും. ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്രീമിലേക്ക് അല്പം റെഡ് കളർ ഒഴിക്കുകയാണ്. ഇത് ജെൽ കളറാണ്. അപ്പോൾ എപ്പോഴും ഐസിങ്ങിൽ ഉപയോഗിക്കുമ്പോൾ ജെൽ കളർ തന്നെ ഉപയോഗിക്കുക. ലിക്വിഡ് കളർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് മെൽട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലുള്ള ഒരു ഫ്ലവർ നെയിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പെറ്റൽ വരച്ചു കൊടുക്കുക. ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന നോസിലിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതുപോലുള്ള ഒരുപാട് നോസിൽസ് ഉണ്ട്. പല നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്പർ നോക്കുന്നതിനേക്കാൾ നിങ്ങൾ കറക്റ്റായിട്ട് അത് ഫ്ലവറിൻ്റെ നോസിലെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി ഇത് പതിയെ ഇതുപോലെ ഒരു ഫോക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സിസേഴ്സ് വെച്ചിട്ടോ പതിയെ ഇതിൽ നിന്ന് എടുക്കുക. സൂക്ഷിക്കണം അത് കേക്കിൻ്റെ മുകളിലേക്ക് വെക്കുന്ന സമയത്ത്. ഇനി ഇതിന് ഞാൻ ലീഫ് വെച്ച് കൊടുക്കുകയാണ്. ഇത്
ഇതിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗാർണിഷും കൂടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. ഇത് ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതെല്ലാവരും ഒന്ന് കാണുക. പിന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.